ആവണക്കിന്റെ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റെസിൻ എന്ന വിഷത്തിന്റെ പ്രത്യേകത അതിന് എന്തെങ്കിലും വേറിട്ട മണമോ കളറോ രുചിയോ ഇല്ല എന്നതാണ്. വെള്ളത്തിലോ ഭക്ഷണത്തിലോ കലർത്തിയാൽ ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. 1000 പേരെ കൊല്ലാൻ അല്പം തന്നെ ധാരാളം. ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ്, ഉത്തർപ്രദേശിൽ നിന്നുള്ള മുഹമ്മദ് സുഹൈൽ, ആസാദ് സുലൈമാൻ സൈഫി എന്നിവർ പദ്ധതിയിട്ടത് ഡൽഹിയിലെ ലക്നൌവിലെയൊക്കെ പൊതുജല സംഭരണിയിൽ ഇത് കലർത്തുക, ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ പൂജാപ്രസാദത്തിൽ കലർത്തുക എന്നതായിരുന്നു. CCTV ദൃശ്യത്തിൽ ഇവർ ഇവിടെയൊക്കെ സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്തപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണിവ. പക്ഷേ മലയാള മാധ്യമങ്ങൾ ഇത് കേട്ട ഭാവം നടിച്ചില്ല. ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ 200 കേന്ദ്രങ്ങളിലാണ് ഒരുമിച്ച് റെയ്ഡ് നടത്തിയത്. ഒമർ നബിയുടെ ഒപ്പം ഉണ്ടായിരുന്ന 52 ഡോക്ടർമാരെ കൂടി ചോദ്യം ചെയ്തിട്ടുണ്ട്. നിരവധി രേഖകൾ, ഫോണുകൾ, മറ്റു ഉപകരണങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. കൂട്ടാളികൾ പിടിക്കപ്പെട്ട വാർത്ത മാധ്യമങ്ങളിൽ വന്നതുകൊണ്ടാണ് ഉമർ നബി സ്വയം പൊട്ടിത്തെറിച്ചത് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും അവർ പുറത്തു പറയുന്നില്ല. ഉമർ നബി സ്ഫോടക വസ്തു പൊട്ടിച്ചത് ഒരു ഹ്യുണ്ടായി i20യിലാണ്. അയാൾക്ക് ഇതുകൂടാതെ ഒരു ഫോർട്ട് എക്കോ സ്പോർട്ട് കൂടിയുണ്ട്. എന്നാൽ അത് മിസ്സിംഗ് ആണ് എന്നാണ് പറയുന്നത്. അത് കിട്ടിയെന്നും ചില വാർത്തകൾ വരുന്നുണ്ട്. ഇതുകൂടാതെ മറ്റു വാഹനങ്ങളും ഉണ്ട് എന്നും പറയുന്നു. വിവരങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങൾ ധാരാളം പ്രചരിക്കുകയാണ്. തൽക്കാലം നാഷണൽ മീഡിയ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴും. സ്വന്തം രാജ്യത്ത് സ്വന്തം പൗരന്മാരോട് തന്നെ യുദ്ധം ചെയ്യാൻ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ AK-47 ടൺ കണക്കിന് വെടിമരുന്നും റെസിൻ പോലെയുള്ള വിഷവുമായി ഇറങ്ങിയിരിക്കുമ്പോൾ സഹസ്രകോടികൾ മുടക്കി ബോർഡറുകൾ സുരക്ഷിതമാക്കി വെച്ചിട്ട് എന്ത് കാര്യം? അതിർത്തി കാക്കാൻ സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി ഇവിടെ ജനം നിൽക്കുമ്പോൾ ചിലർ സ്വന്തം പുരയ്ക്ക് തീ വെക്കുകയാണ്. സ്വന്തം അയൽക്കാരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിഷം കുടിപ്പിച്ചും ചുട്ടുകരിച്ചും കൊലപ്പെടുത്തിയിട്ട് അവർ സ്വർഗത്തിൽ ഹൂറിമാർക്കൊപ്പം വ്യഭിചരിക്കാനും മദ്യം കഴിച്ച് സുഖിക്കാനും ഒക്കെ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ സൈന്യം ബ്രഹ്മോസും അഗ്നിയും ഒക്കെ റെഡിയാക്കി പാകിസ്ഥാനിലോട്ട് ഉന്നം പിടിച്ചിരിക്കുമ്പോൾ പോലും ഹാഫിസ് സയ്യിദും കൂട്ടുകാരും പുഞ്ചിരിക്കുന്നത് പാകിസ്ഥാനേക്കാൾ വലിയൊരു പാകിസ്ഥാൻ ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയല്ലേ? ഇന്നാട്ടിൽ ജനിച്ചു വളർന്ന് ഇവിടുത്തെ ഉപ്പും ചോറും ഭുജിച്ച് പ്രത്യേക സംവരണം ഉൾപ്പെടെ വാങ്ങി ഇവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസം നേടി ഒടുക്കം ഈ രാജ്യം തന്നെ നശിപ്പിക്കാൻ കൂട്ടായ്മയുണ്ടാക്കി ഇറങ്ങിയിരിക്കുന്നു. അതും പ്രാണൻ രക്ഷിക്കുമെന്ന് ജനം വിശ്വസിക്കുന്ന ഡോക്ടർമാരുടെ രൂപത്തിൽ.